ലോകകപ്പ് ഫുട്ബോൾ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബ്രസീൽ തങ്ങളുടെ അവസാനവട്ട ഒരുക്കവും വിജയത്തോടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആവേശകരമായ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ കരുത്തരായ ഈജിപ്തിനെ 1-2 ഗോളുകൾക്കാണ് കാർലോ ആൻസലോട്ടിയുടെ സംഘം തകർത്തുവിട്ടത്. പരീക്ഷണങ്ങളും തന്ത്രങ്ങളും നിറഞ്ഞ മത്സരത്തിൽ ബ്രൂണോ ഗീവറസ്, എൻട്രിക് എന്നിവരാണ് കാൻഡ്രിപ്പടയ്ക്കായി സ്കോർ ചെയ്തത്. ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് മുൻപ് ബ്രസീൽ ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ വിജയം. മത്സരത്തിന്റെ തുടക്കം മുതൽ പന്തടക്കത്തിലും ആക്രമണത്തിലും ബ്രസീൽ തന്നെയാണ് മേധാവിത്വം പുലർത്തിയത്. കളി തുടങ്ങിയ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഈജിപ്ഷ്യൻ ബോക്സിന് തൊട്ടടുത്ത് വെച്ച് പന്ത് പിടിച്ചെടുത്ത ബ്രൂണോ ഗിമറസ് ഒരു ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെ ബ്രസീലിനെ മുന്നിലെത്തിച്ചു. എന്നാൽ ഈജിപ്ത് ഒട്ടും തളർന്നില്ല. ബ്രസീലിയൻ ഡിഫൻഡർ മാർക്കിന്യോസ് വരുത്തിയ ഒരു ഗുരുതര പാസിംഗ് പിഴവ് മുതലെടുത്ത് ഈജിപ്ഷ്യൻ വിങ്ങർ സീക്കോ പന്ത് കൈക്കലാക്കി. ഗോൾ കീപ്പർ അലിസനെ മറികടന്ന് സീക്കോ പന്ത് വലയിലെത്തിച്ചതോടെ മത്സരം 1-1 എന്ന സമനിലയിലായി. തുടർന്ന് വിനീഷ്യസും ഇഗോർ തിയാഗയും മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും ഫസ്റ്റ് ഹാഫിൽ ലീഡെടുക്കാൻ ബ്രസീലിനായില്ല. രണ്ടാം പകുതിയിൽ പ്രധാന കളിക്കാർക്ക് പരിക്കേൽക്കാതിരിക്കാനും ബെഞ്ച് കരുത്ത് പരീക്ഷിക്കാനുമായി കോച്ച് കാർലോ ആൻസലോട്ടി ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഈ തന്ത്രം ഉടനടി ഫലം കണ്ടു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ പകരക്കാരനായി കളത്തിലിറങ്ങിയ യുവ സൂപ്പർ താരം എൻട്രിക് ബ്രസീലിന്റെ ആദ്യ മുന്നേറ്റത്തിൽ തന്നെ മനോഹരമായ ഒരു ഗോളിലൂടെ ടീമിന് 2-1 ലീഡ് സമ്മാനിച്ചു. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ സൂപ്പർ താരം മുഹമ്മദ് സലാഹിനെ ഈജിപ്ത് കളത്തിലിറക്കിയെങ്കിലും ബ്രസീലിയൻ പ്രതിരോധം ശക്തമായി നിലകൊണ്ടു. ലോകകപ്പ് അടുത്തിരിക്കുന്നതിനാൽ അനാവശ്യ റിസ്കുകൾ ഒഴിവാക്കി ലീഡ് നിലനിർത്താനാണ് ബ്രസീൽ പിന്നീട് ശ്രമിച്ചത്. ഒടുവിൽ 2-1 വിജയത്തോടെ ബ്രസീൽ മത്സരം അവസാനിപ്പിച്ചു. ഈ വിജയത്തോടെ ബ്രസീൽ ഇനി നേരിട്ട് ലോകകപ്പ് വേദിയിലേക്കാണ് നീങ്ങുന്നത്. അടുത്ത ശനിയാഴ്ച ഗ്രൂപ്പ് സിയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ശക്തരായ മൊറോക്കയാണ് ബ്രസീലിന്റെ എതിരാളികൾ. മറുഭാഗത്ത് ഈജിപ്തിന് ജൂൺ 15 തിങ്കളാഴ്ച ബെൽജിയത്തിനെതിരായാണ് ലോകകപ്പിലെ ആദ്യ മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.